കർക്കടക മരുന്നുകഞ്ഞി തയ്യാറാക്കുന്ന വിധം. മഴയും തണുപ്പുമുള്ള കർക്കടകത്തിൽ ഔഷധക്കഞ്ഞി എന്നത് മലയാളികളുടെ ആരോഗ്യരഹസ്യമാണ്. പച്ചമരുന്നുകളുടെ നീരു ചേർത്ത് തയ്യാറാക്കാവുന്ന മരുന്നുകഞ്ഞി. ചേരുവകൾ: തവിട് കളയാത്ത ഞവര അരി 100 ഗ്രാം, ഉലുവ 5 ഗ്രാം, ആശാളി 5 ഗ്രാം, ജീരകം 5 ഗ്രാം, കാക്കവട്ട് 1/2 പച്ചമരുന്നുകൾ, മുക്കൂറ്റി, ചതുരവെണ്ണൽ, കുഴൽവാതക്കൊടി, നിലപ്പാല, ആടലോടകത്തിൻ്റെ ഇല, കരിങ്കുറിഞ്ഞി, തഴുതാമ, ചെറുള, കീഴാർനെല്ലി, കയ്യുണ്യം, കറുകപ്പുല്ല്, മുയൽച്ചെവിയൻ. തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് പച്ചമരുന്നുകൾ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. തയ്യാറാക്കുന്ന വിധം: 6 ഇരട്ടി പച്ചമരുന്ന് നീരിൽ ഞവര അരിയിട്ട് ഇതിലേക്ക് ആശാളി, ജീരകം, ഉലുവ എന്നിവയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചെറുതീയിൽ വേവിക്കുക. പകുതി വേകുമ്പോൾ അരച്ച കാക്കവട്ട് ചേർത്ത് വീണ്ടും വേവിക്കുക. അരി വെന്തു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തീ അണയ്ക്കാം. 1/2 സ്പൂൺ പശുവിൻ നെയ്യിൽ 1 നുള്ള് ആശാളി, ഉലുവ, ജീരകം എന്നിവ വറുത്തെടുത്ത് ചേർക്കുക. തേങ്ങാപ്പാലും നെയ്യും ഒഴിവാക്കിയും കഞ്ഞി തയ്യാറാക്കാവുന്നതാണ്. കേരളത്തിലെ പരമ്പരാഗത ചികിത്സാവിധി പ്രകാരം ആരോഗ്യ പരിപാലനത്തിനായി തയ്യാറാക്കുന്ന ഔഷധക്കൂട്ടാണ് ഔഷധക്കഞ്ഞി അഥവാ ഈ കർക്കിടകക്കഞ്ഞി. വളരെ എളുപ്പത്തിലും ഗുണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിലും നമ്മുടെ വീട്ടിൽ ഇനി കർക്കിടകക്കഞ്ഞി തയ്യാറാക്കാമല്ലോ. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ കർക്കിടകക്കഞ്ഞി കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ദഹനപ്രക്രിയ സുഗമമായി നടക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഈ കർക്കിടകക്കഞ്ഞി. രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം ഇത് കഴിക്കുന്നത് നല്ലതാണ്.